المرسلين وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. ആദരണീയരായ സയ്യിദുമാരെ, സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, ഈമാനുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ മജ്‌ലിസുൻ നൂറിൻ്റെ കീഴിൽ നടന്നു വരുന്ന കഴിഞ്ഞ വർഷം റബീഉൽ അവ്വലിൽ ആരംഭിച്ച സ്വലാത്ത് ഒരു വർഷം പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയാണ് ഇന്നലെയും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം, നബിയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കൊരു നിമിത്തം മാത്രമാണ്. ചൊല്ലാൻ ബാധ്യതപ്പെട്ട ഒരു സ്വലാത്ത് അതിൻ്റെ പ്രത്യേക രൂപങ്ങളിലും ഭാവങ്ങളിലും നാം തിരഞ്ഞെടുത്ത് വിറുതായി പതിവായി ചൊല്ലിവരുന്നവരുടെയും നേതൃത്വം നൽകുന്നവരുടെയും ദുആ ചെയ്യുന്നവരുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ടും അത്തരം സ്വലാത്തിന്റെ സദസ്സിൽ നടക്കുന്ന ദുആകളിൽ ആശയർപ്പിച്ചും പ്രതീക്ഷയർപ്പിച്ചും നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ അള്ളാഹു കനിഞ്ഞേകുന്ന മഹത്തായ ഔദാര്യങ്ങളും പദവികളും അതോടൊപ്പം ആവശ്യ നിർവഹണങ്ങളും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമുള്ള രക്ഷയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതനുസരിച്ചാണ് പണ്ടുകാലം മുതലേ ഇത്തരം സ്വലാത്തിന്റെ സദസ്സുകൾ മാസാന്തവും ആഴ്ചാന്തവും ദിനേനയുമൊക്കെ ഉണ്ടാക്കുന്നതും സദസ്സില്ലാതെ ഓരോരുത്തരും പതിവായി ചൊല്ലിവരുന്നതുമൊക്കെ. ആയിരക്കണക്കിന് സ്വലാത്തുകൾ വൈകുന്നേരവും രാവിലെയും ഒക്കെ പതിവാക്കിയിരുന്ന മഹത്തുക്കൾ അല്ലാഹു തആലാന്റെ ഔലിയാക്കളിൽ ധാരാളം പേരുണ്ടായിരുന്നു. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാരാണോ അവരാണ് എന്നോട് ഏറ്റവും അടുത്തവരെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ അടുപ്പത്തെ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അഖറബുക്കും ഇലയ്യ, ഒന്ന് ഞാനുമായുള്ള അടുപ്പം, അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുദാത്തുമായി ഈ ആൾക്ക് അടുപ്പം. രണ്ടാളുകൾ തമ്മിൽ അടുപ്പമുണ്ടെന്ന് പറഞ്ഞാൽ, അവർ തമ്മിൽ ഏറ്റവും ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ എന്താണോ ആ അർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുപ്പം കിട്ടും. അതായത് നബിയുടെ അടുത്ത ആളായിട്ട് മാറും. ഇതാണ് ഹദീസിലെ ഒരു റിപ്പോർട്ട്. അഖറബുക്കും മജ്ലിസൻ, അഖറബുക്കും ഇലയ്യ മജ്ലിസൻ. മറ്റൊരു റിപ്പോർട്ടിൽ അഖറബുക്കും ഇലയ്യ മൻസിലൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലും തങ്ങൾ കൂടുന്ന ഇടത്തിലും തങ്ങൾ വസിക്കുന്ന സ്വർഗത്തിലും ഇരിപ്പിടത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം അടുത്തിരിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകുന്നവരായിരിക്കും സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരെന്നും ഹദീസ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന ഇടത്തിൽ താമസിക്കാനും അയൽവാസിയായും അല്ലാഹുവിന്റെ റസൂൽ താമസിക്കുന്ന സങ്കേതത്തിനടുത്തു തന്നെ തന്റെ താമസത്തിന്റെ സങ്കേതമാക്കുവാനും അടുപ്പമുള്ളവർ എന്നും ഹദീസിന്റെ റിപ്പോർട്ടുകളിലുണ്ട്. ഇതൊക്കെ അധികമായി സ്വലാത്ത് ചൊല്ലുന്നവർക്കാണ്, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവർക്ക്. എല്ലാവരെക്കാളും കൂടുതൽ ഓരോരുത്തരും വർദ്ധിപ്പിക്കാൻ കഴിയില്ലല്ലോ. വർദ്ധിച്ച അളവിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ വഹ്യ് പ്രകാരം ഓഫർ നൽകിയിട്ടുള്ളതാണ് ഈ മഹത്തായ പദവികളൊക്കെ. അതിന് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറയാൻ എത്ര വേണം എന്നത് സംബന്ധിച്ച് പണ്ഡിതന്മാർ പല തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്.
സാധാരണഗതിയിൽ അറബി ഭാഷയിൽ പ്രയോഗിക്കാറുള്ള പെരുപ്പമുള്ള സംഖ്യ 700 എന്നാണ്. 700, 7, 70, 700. ഇത് അറബ് ഭാഷയിൽ അറബികളായ സമൂഹത്തിന്റെ അടുക്കൽ പണ്ടുകാലത്ത് തന്നെ എണ്ണി വരുന്ന ഒരു പ്രത്യേകമായ എണ്ണമാണ്. 7ന്റെ ആവർത്തികൾ. 7, ഒരു 0 ചേർത്താൽ 70, 2 0 ചേർത്താൽ 700, പിന്നെ 0 ചേർത്താൽ 7000, പിന്നൊന്നും കൂടി ചേർത്താൽ 70,000. ഇതൊക്കെ ഈ 7ന്റെ ആവർത്തികളായി ഇങ്ങനെ സംഖ്യകൾ കൂടുന്ന തരത്തിൽ. 7ന്റെ ആവർത്തികളല്ല, 7 0 ചേർത്തുകൊണ്ട് വരുന്ന ഈ രീതിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നതിന്റെ ഉദ്ദേശം ദിവസേന ഒരു 700 തവണ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണെന്ന് ഒരു വലിയ വിഭാഗം ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു. വേറൊരു കൂട്ടം ആളുകൾ പറയുന്നത് ഒരു 350 പ്രാവശ്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ രാവിലെയും വൈകുന്നേരം, ചില ഹദീസിന്റെ വ്യക്തമായ റിപ്പോർട്ടുകളിൽ തന്നെ 500 പ്രാവശ്യം എന്നുള്ളത് കൊണ്ട് 500 പ്രാവശ്യമാണെന്ന് പറയുന്നവരുണ്ട്. ഏതായാലും ഇത്രയും എണ്ണം ഓരോരുത്തരും അവനവന് തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ ചൊല്ലിയിട്ട് ഈ മഹത്തായ പദവികളും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അടുപ്പവും എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില മാർഗങ്ങളാണിത്. നബിയോടുള്ള അടുപ്പം, നബിയുടെ അടുത്തിരിക്കുക, നബിയുടെ അടുത്ത് താമസിക്കുക, നബിയോട് ഹൃദയബന്ധം ഉണ്ടാവുക, ഈ പറയുന്നതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ മോഹങ്ങളാണ്. ഒരു വിശ്വാസിയായ ആൾക്ക് പ്രവാചക സ്നേഹം കൂടുന്നതിനനുസരിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നതിനു വേണ്ടിയുള്ള താല്പര്യവും അതിനുവേണ്ടിയുള്ള ആവേശവും മോഹവും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ സത്യവിശ്വാസി എന്നതിലുപരി അള്ളാഹുവിന്റെ ഹബീബായ നബിയുമായി സ്നേഹിക്കുന്നയാൾ, മുഹിബായയാൾ എന്ന നിലക്കുള്ള ഒരു പദവിയും സ്ഥാനവും കിട്ടുന്നതിനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഒരു വിശ്വാസി എന്ന നിലക്ക് സ്വലാത്തു ചൊല്ലാൻ നിർബന്ധമായും കടപ്പെട്ടവരാണ്. ഇത് അള്ളാഹുവിന്റെ നിർബന്ധമായ നിർദ്ദേശമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് നമുക്കൊക്കെ അറിയാവുന്ന പ്രസിദ്ധമായ ആയത്തിൽ അല്ലാഹു തആലാന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലാൻ നിർബന്ധമായും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നിർബന്ധ ബാധ്യത നമ്മൾ നിറവേറ്റുന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെയും അസ്ഹാബിന്റെയും വിധിപ്രകാരം, അവരുടെ വിവരണ പ്രകാരം നമ്മുടെ നമസ്കാരങ്ങളിൽ നിർബന്ധമായി നമ്മൾ ഇത് നിർവഹിക്കുകയാണ്. നബി തങ്ങളുടെ പേരിലുള്ള സലാമുമുണ്ട്, നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുമുണ്ട്. നിർബന്ധം വീടാൻ അത് മതി. ആ നിർബന്ധത്തിന്റെ ബാധ്യത നമ്മൾ നിർവഹിക്കുമ്പോൾ തന്നെ നിർബന്ധ ബാധ്യതയായി കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഐച്ഛികമായി ഏറി ചെയ്യുന്നത് എപ്പോഴും സുന്നത്താണ്. അതിന് വേറെ നിർദ്ദേശം വേണ്ട, വേറെ കൽപ്പനകൾ വേണ്ട. ഇല്ല അന്ത ഫർളായൊരു കാര്യം പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വിവരിച്ചത് കാണാ, ഇതേ ഫർളുള്ളൂ, അതിലപ്പുറം നീ വർദ്ധിപ്പിക്കുന്നെങ്കിൽ അത് സുന്നത്തായും വർധനവായും പുണ്യമായും നിനക്ക് രേഖപ്പെടുത്തപ്പെടും. ആ നിലക്ക് നിർദ്ദേശിക്കപ്പെട്ട ഈ ഫർള് നമ്മൾ വർദ്ധിപ്പിക്കുന്നത് സുന്നത്തായി കടപ്പാടായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഈ സുന്നത്തുകൾ എത്ര വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാലും അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെടാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ഈ സ്വലാത്തിന് ഒരു അധികമാകലില്ല. അത്രയും അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ള ഒരു പരമാർത്ഥമാണ്. അതോടൊപ്പം എണ്ണം തികച്ച് വിറുതായി പതിവായി നമ്മളിപ്പോ ഇവിടെ മാസാന്ത നടത്തുന്നത്, അതും ഒരു വിറുതാണ്. മാസത്തിലൊരിക്കൽ ഇങ്ങനെ നടത്തി വരുന്ന ഒരു വിറുത്. ഈ വിറുത് നമ്മൾ ഈ മജ്‌ലിസുൻ നൂറിന്റെ കീഴിൽ പ്രകാശത്തിന്റെയും വെളിച്ചത്തിന്റെയും കേന്ദ്രം, ആ കേന്ദ്രത്തിൽ തന്നെ നമ്മളത് ചൊല്ലിക്കൊണ്ട് മാസാന്തം നിർവഹിച്ചു വരുന്ന സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ചൊല്ലിയത് അത്രയും കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി ചൊല്ലുന്നതും കബൂൽ ചെയ്യുമാറാവട്ടെ. ആ സദസ്സിൽ നടത്തപ്പെടുന്ന ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് അല്ലാഹു തആല ഉത്തരം നൽകുകയും ചെയ്യുമാറാവട്ടെ. ഈ പ്രാർത്ഥനയോടെയും ഈ ആശയോടെയുമാണ്, പ്രതീക്ഷയോടെയുമാണ് നമ്മൾ അങ്ങനെ ഒരു സ്വലാത്ത് നിശ്ചയിച്ചതും സ്ഥാപിച്ചതും. ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു, പ്രതിസന്ധി വേളകളിൽ അർശിന്റെ നേരിൽ നിൽക്കുന്ന മൂന്നാളുകളെ, ഫീ ദില്ലി അർശില്ല, ഒരു മൂന്നാളുകൾ അല്ലാഹുവിന്റെ അർശിന്റെ നിഴലിലായിരിക്കും. ഒരു 3 പേർ അർശിന്റെ നിഴലിലായിരിക്കും.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു, ഒന്ന്, ഒരു മക്രൂബിന്, എന്തെങ്കിലും ഒരു വേദനയുള്ള ആൾക്ക്, പ്രയാസമുള്ള ആൾക്ക്, രോഗപ്രയാസമാകട്ടെ, സാമ്പത്തിക പ്രയാസമാകട്ടെ, വീടിന്റെ പ്രയാസമാകട്ടെ, മക്കളുടെ പ്രയാസമാകട്ടെ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രയാസമാകട്ടെ, ഒരു വേദനിക്കുന്നയാള് ആ വേദന ഇല്ലാതാക്കിക്കൊണ്ട് അയാൾക്കൊരു പരിഹാരം നടത്തി കൊടുക്കുന്നയാൾ, ഇത് അല്ലാഹു തആലാന്റെ അർശിന്റെ നേരിൽ നിൽക്കുന്ന ഒരാളാണ്. രണ്ടാമത്തെ ആൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, മൻ അഹ്യാ സുന്നത്തി, എന്റെ ചര്യയിൽ നിന്നും അസ്തമിച്ചു പോയതും ജനങ്ങൾക്ക് തിരിയാതെ പോയതുമായ ഒരുപാട് മരണപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട സുന്നത്തുകളുണ്ട്, സജീവമല്ലാത്ത സുന്നത്തുകൾ. ഈ സജീവമല്ലാത്ത സുന്നത്തുകളെ പ്രത്യേകം പഠിച്ചുകൊണ്ട് നടപ്പാക്കി അത് സജീവമാക്കിക്കൊണ്ടിരിക്കുക എന്നത് ഒരു മഹത്തായ കർമ്മമാണ്. ഈ സുന്നത്ത് നിലനിർത്താനാണല്ലോ റസൂലുള്ളാഹിന്റെ ജീവിതചര്യ ഇവിടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതിനാണല്ലോ റസൂലുള്ളാഹി തങ്ങൾ നിയോഗിതരായത്. ആ നിയോഗിതരായ ദൗത്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് സജീവമാക്കുക എന്ന ആ മഹത്തായ ദൗത്യം നിർവഹിച്ചുകൊണ്ട് നബിയുടെ നിയോഗത്തിന്റെ ലക്ഷ്യം നിലനിർത്തിപ്പോരുവാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരാൾ അവരും അർശിന്റെ നേരിലാണ്. അക്കൂട്ടത്തിലും അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും അർശിന്റെ നേരിലാണ്. സിറാത്ത് പാലത്തിന്മേൽ കിടക്കുമ്പോ കൂരാകൂരിരുട്ടാണ്, സൂര്യനില്ല, വെളിച്ചമില്ല, സൂര്യനൊക്കെ ആകെ നശിച്ചു പോകുമല്ലോ, ചന്ദ്രന്റെ തിളക്കം പോലും ഇല്ല, നക്ഷത്രങ്ങളുടെ തിളക്കമില്ല, മിന്നാമിനുകളൊന്നുമില്ല, മഹ്ശറിൽ കൂരാകൂരിരുട്ടാണ്. വെളിച്ചം വേണ്ട ആളുകൾക്കും സിറാത്തിന്മേൽ നടക്കേണ്ട ആളുകൾക്കും വെളിച്ചം അവരവരുടെ ഈമാനിന്റെയും അമലിന്റെയും തോതനുസരിച്ചുകൊണ്ട് അവർക്ക് മാത്രം കാണുന്ന വിധം നൽകപ്പെടുന്ന ആപേക്ഷിക വെളിച്ചമാണ്. ഇതൊക്കെ നമ്മൾ വിലയിരുത്തണം. സ്വഹീഹായ ഹദീസിൽ നമ്മൾ പരലോകത്തെ കുറിച്ച് മനസ്സിലാക്കാനും വിശ്വസിക്കാനും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള പരമാർത്ഥമാണിത്. എനിക്ക് സിറാത്ത് പാലത്തിങ്കയിൽ ഒരു വെളിച്ചം കിട്ടിയാൽ അല്ലാഹു നൽകുമാറാവട്ടെ. ആ വെളിച്ചം എനിക്ക് മാത്രമേ കാണൂ, എനിക്ക് മാത്രമേ ഉപയോഗപ്പെടൂ. അടുത്തുള്ള ഒരാൾക്കും അതിന്റെ വെളിച്ചം ഉപയോഗപ്പെടുകയില്ല, ആർക്കും കാണുകയുമില്ല. തൊട്ടടുത്ത ആൾ കൂരാകൂരിരുട്ടിലാവും. ഓരോരുത്തരും കിട്ടുന്ന വെളിച്ചം പല വിധത്താണ്, അവരുടെ അമലുകളുടെയും ഈമാനിന്റെയും തോതനുസരിച്ച്. പരിസരത്തിൽ മൊത്തത്തിൽ കൂരാകൂരിരുട്ടാണ്. സൂര്യനില്ലാതെ എങ്ങനെ വെളിച്ചം വരും? നമുക്കറിയാലോ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ ശേഷം ആ അസ്തമയ സൂര്യന്റെ മൈപ്പും പ്രകാശത്തിന്റെ ഒരു ചെറിയ മങ്ങൽ പോലും ഇല്ലാതായാൽ കൂരാകൂരിരുട്ടല്ലേ. പിന്നെ സൂര്യന്റെ വെളിച്ചം തട്ടിക്കൊണ്ട് അല്പം തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുടെയോ അതല്ലെങ്കിൽ ചന്ദ്രന്റെയോ പ്രഭയുണ്ടാകുമ്പോഴല്ലേ നമുക്ക് വേറൊരു വെളിച്ചം കിട്ടുന്നുള്ളൂ. ഇതല്ലെങ്കിൽ കൂരാകൂരിട്ടാണ്. മഹ്ശറിലെ കൂരാകൂരിട്ട് പിന്നെ പറയേണ്ട ഇരുട്ടിന്റെ കേന്ദ്രമാക്കി അല്ലാഹു തആല പടച്ചതാണ് മഹ്ശർ. ആ മഹ്ശറിൽ ജഹന്നം എന്ന് പറയുന്ന ഇരുട്ടിന്റെ കേന്ദ്രത്തിന്റെ മുകളിലാണ് സിറാത്ത് എന്ന് പറയുന്ന പാലം അല്ലാഹു തആല വെക്കുന്നത്. ഒരു മുടിയുടെ എത്രയോ അംശം, ചെറിയ നേർത്ത രേഖയാണ് സിറാത്ത് പാലം എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ആ ഒരു മുടിയുടെ ഒരു ഏഴിൽ ഒരു അംശം, ഒരു മുടിനാരിഴ, ആ ഇഴയുടെ ഏഴിൽ ഒരു അംശത്തിന്റെ അത്രമാത്രം നേർത്ത ഈ സിറാത്ത് പാലം എന്ന് പറയുന്ന ആ നേർത്ത മാർഗം, ആ നേർത്ത മാർഗത്തിന്റെ, ആ നേർത്ത പാലത്തിന്റെ മുകളിലൂടെ ജഹന്നമിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന, കൂരാകൂരിരുട്ടിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന, സൂര്യനില്ലാത്ത ചന്ദ്രനില്ലാത്ത കൂരാകൂരിട്ട് പരിസരത്ത് അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്ന ആ സിറാത്തിന്റെ വെളിച്ചം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുട്ടിപ്പോയിട്ട് സിറാത്തിങ്കൽ വന്നുകൊണ്ട് തൂങ്ങിക്കിടക്കുന്നവരും അതുപോലെ നരകത്തിലേക്ക് വീട് കിടക്കുന്നവരും നടക്കാൻ പറ്റാതെ ഇരുന്നു പോയവരും ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതും മുട്ടിലിടയുന്നവരുമായി പല പല ആളുകൾ സിറാത്തിങ്കൽ ഉണ്ടാകും. അങ്ങനെ വിഷമിക്കുന്ന നേരത്ത് അവർക്ക് എന്റെ സ്വലാത്തിനെ ഞാൻ നൽകുകയും എന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തിനെ എന്റെ അറിവിലുള്ളതും ഞാൻ സൂക്ഷിച്ചു വെച്ചതും അത്ര വിഷമകരമായ ഒരവസ്ഥയും ഞാൻ അവർക്ക് സമ്മാനിക്കുകയും അതനുസരിച്ച് സിറാത്ത് പാലത്തിന്മേൽ അവർ നടക്കുകയും ലക്ഷ്യസ്ഥാനത്തെത്തുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുമ്പോ പരലോകത്തെ സിറാത്ത് പാലത്തിങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ സഹായം കിട്ടുന്നത് നിബിതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വലാത്ത്, ആ സ്വലാത്താണ്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. വേറെ നമ്മൾ നടത്തുന്ന കർമ്മങ്ങളൊക്കെ നബിയുടെ കണക്കിലെഴുതപ്പെടുന്ന ഏറ്റവും പുണ്യകർമ്മമാണ്.
നമ്മളിൽ ഒരാൾ എന്ത് പുണ്യകർമ്മം ചെയ്താലും ആ പുണ്യകർമ്മത്തിന്റെ പങ്ക് അതിന്റെ മാർഗദർശകർ എന്ന നിലക്ക്, അത് ലോകത്തിന് പഠിപ്പിച്ചവർ എന്ന നിലക്ക്, അതിനല്ലാഹു നിയോഗിച്ചതെന്നവർക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടല്ലോ. ലോകത്ത് എത്രയൊക്കെ അമലുകൾ ചെയ്യുന്നവരുണ്ട്. ആ അമലുകളുടെ എല്ലാം പുണ്യം വർദ്ധിച്ച അളവിൽ കിട്ടുന്നതിന്റെ പുറമെ വീണ്ടും വീണ്ടും എന്തെല്ലാം ഔദാര്യങ്ങളും സ്ഥാനമാനങ്ങളും പദവികളും അല്ലാഹു നൽകുമോ അതൊക്കെയും നൽകുന്നതിനാണ് നമ്മൾ പറയുന്ന സ്വലാത്ത് എന്ന് പറയുന്ന ആ വാക്ക് ഉൾക്കൊള്ളുന്ന അർത്ഥം ഇതാണ്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ അൽ ജൗഹറുൽ മുനവ്വം എന്ന സ്വലാത്തിനെ കുറിച്ച് മാത്രം പറയുന്ന വളരെ ബൃഹത്തായ കിതാബിൽ മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇമാം വസ്സാലി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ വസ്സാലി റളിയല്ലാഹു അൻഹുവിനെ ആരാണ് ഈ പറയുന്ന മഹാന്മാർ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. വസ്സാലി ഇമാമിനോട് ചോദിക്കുകയാണ്, എന്താണ് നബിക്ക് സ്വലാത്ത് നമ്മൾ ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? പടച്ചവനെ നീ നബിക്ക് സ്വലാത്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശ്യം? ഇങ്ങനെ ചൊല്ലുന്ന ആൾക്ക് അള്ളാഹു അവന്റെ മേൽ സ്വലാത്ത് ഏറെ നൽകും. നമ്മൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഇരട്ടിയായി കൊണ്ട് നൽകും. നന്ന ചുരുങ്ങിയത് 10, അതിനപ്പുറം വിട്ടാൽ 100, അങ്ങനെ 100ഉം 10ഉം 70ഉം 70,000 കണക്കിന് കിട്ടമില്ലാത്ത തരത്തിൽ നമ്മുടെ ഇഖ്ലാസിന്റെയും അർഹതയുടെയും ബന്ധത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല ഇങ്ങോട്ട് തിരിച്ച് സ്വലാത്ത് ചെയ്യും. ഈ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് ഹദീസ് പറയുന്നു. എന്താണ് ഈ സ്വലാത്തിന്റെ ഒക്കെ അർത്ഥം? നബി തങ്ങൾക്ക് സ്വലാത്ത് ചെയ്യണേ എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? പകരം അല്ലാഹു തആല ഇത് ചൊല്ലിയ ആൾക്ക് നൽകുന്ന സ്വലാത്ത് എന്നതിന്റെ ഉദ്ദേശം എന്ത്? ഇതിനൊക്കെ വിവരണം കിട്ടണല്ലോ. ഹദീസ് അങ്ങനെ വായിച്ചു പോയാൽ പോരല്ലോ. എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലായി പോയെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടൂ, വെളിച്ചം കിട്ടൂ. അതുകൊണ്ട് അല്ലാഹു തആലാന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞ് നമ്മൾ ദുആയിരക്കുന്ന സ്വലാത്തിന്റെ ഉദ്ദേശം എന്ത്? അങ്ങനെ ചൊല്ലിയവരുടെ മേൽ സ്വല്ലല്ലാഹു അലൈഹി, അള്ളാഹു ആ ചൊല്ലിയവന് സ്വലാത്ത് ചെയ്യും. ഇരട്ടിയായി അള്ളാഹുവിന്റെ റസൂൽ വിവരിച്ചു എന്നൊക്കെ വഹീന്റെ കലിമത്തുകളാണ്, പ്രമാണങ്ങളാണ്. ഇത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം എന്ത് എന്ന് ചോദിക്കുമ്പോ ഇമാം വസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ പദവിക്ക് അനുയോജ്യമായി അല്ലാഹു തആല എന്തെല്ലാം ആദരവുകൾ, ഏതെല്ലാം തരത്തിലുള്ള പദവികൾ, ഏതെല്ലാം തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ പരലോകത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നുവോ, ബർസഖിൽ നൽകാൻ ഉദ്ദേശിക്കുന്നുവോ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നുവോ, ആ ഉദ്ദേശിക്കപ്പെടുന്ന പദവികൾ നമുക്കറിയില്ല. ആ പദവികളുടെ വണ്ണവലിപ്പങ്ങൾ, അതിന്റെ ഐറ്റങ്ങൾ, അതിന്റെ ഇനങ്ങൾ, ഈ അൻവാഴുകളെല്ലാം നബിയുടെ തിരുദാത്തുമായി ഇണങ്ങുന്ന തരത്തിൽ, അവിടത്തോട് യോജിക്കുന്ന തരത്തിലുള്ള കറാമാത്തുകളുടെയും പദവികളുടെയും സ്ഥാനങ്ങളുടെയും എല്ലാ ഇനങ്ങളും റഹ്മാനായ റബ്ബേ നീ നബിക്ക് അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതാണ്. നമ്മൾ സ്വല്ലി എന്ന ഒരു വാക്ക്, സ്വല്ല എന്ന ഒരു വാക്ക്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പദം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന വലിയ പദവിയുള്ള പദമാണ്. നമ്മൾ മദ്രസയിലെ കുട്ടികളുടെ കുട്ടിക്കാലത്തെ ചൊല്ലി വരുന്നത്. ആർക്കും ചൊല്ല, എത്രയും പ്രയാസമില്ലാതെ മനഃപ്പാടമാക്കാൻ ആരും നിൽക്കണ്ടല്ലോ. ആ ഒരൊറ്റ വാക്കുകൊണ്ടുള്ള സ്വലാത്തിൽ നമ്മൾ അല്ലാഹു തആല സ്വലാത്ത് നൽകട്ടെ, അല്ലാഹുവേ നീ സ്വലാത്ത് വർഷിക്ക് എന്ന് സംസാരിക്കുന്ന സ്വലാത്ത് നബിക്ക് വേണ്ടി നൽകപ്പെടാൻ പറ്റുന്ന എന്തെല്ലാം പദവികളും ആദരവുകളുമുണ്ടോ, ഈ ആദരവുകൾ അത്രയും നൽകാൻ വേണ്ടിയുള്ള ദുആയാണ്. ഒരു സ്വലാത്തിൽ തന്നെ നമ്മൾ ഒരാൾ അങ്ങനെ ദുആ ചെയ്യുമ്പോ, നൂറുകണക്കിന് സ്വലാത്തുകൾ ഒരാൾ തന്നെ ആവർത്തിച്ച് ചൊല്ലുമ്പോ, നൂറുകണക്കിന് ആളുകൾ ഒരു സദസ്സിൽ സമ്മേളിച്ചുകൊണ്ട് ചൊല്ലുമ്പോ, ആയിരക്കണക്കിന് ആളുകൾ സദസ്സിൽ സമ്മേളിച്ചു ചൊല്ലുമ്പോ, ലക്ഷക്കണക്കിന് ആളുകൾ സദസ്സിൽ സമ്മേളിച്ചു ചൊല്ലുമ്പോ, സമ്മേളിക്കാതെ തന്നെ കോടാനുകോടി അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട വിശ്വാസികളായിട്ടുള്ള ആണുപെണ്ണുങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അവരൊക്കെ പ്രാർത്ഥിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നിർദ്ദേശിച്ച പ്രാർത്ഥനയാണല്ലോ. എന്തെല്ലാം തരത്തിലുള്ള പദവികളും സ്ഥാനമാനങ്ങളുമാണ് അള്ളാഹുവിന്റെ തിരുദൂതർക്ക് നൽകിക്കൊണ്ടിരിക്കുക. ആ നൽകിക്കൊണ്ടിരിക്കുന്നതായ സ്വലാത്തുകൾ
നമ്മളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ട് അത് നൽകാൻ വേണ്ടി അല്ലാഹു തആല തീരുമാനിച്ചതാണ്, ഉദ്ദേശിച്ചതാണ്. നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളോട് അല്ലാഹു തആല പറയുന്നത് അത് നൽകുന്നതിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾക്ക് എന്താ കാര്യം? ഞാനതെന്തായാലും നൽകും, അല്ലാഹു അതെന്തായാലും നൽകും. അല്ലാഹു പറഞ്ഞിട്ടില്ലേ ബാക്കി നമ്മളോട് പറയുന്നത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവന്റെ മലക്കുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് വർഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിലൊരു സംശയമേ വേണ്ട. അല്ലാഹു തആലാന്റെ സ്വലാത്തും മലക്കുകളുടെ സ്വലാത്ത് ഉണ്ടെങ്കിൽ അതും അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നിശ്ചയമാണ്, തീർച്ചയാണ്, സംശയമില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, നബിയുടെ മേൽ സലാം ചൊല്ലുക എന്നാണ് അല്ലാഹു നിർദ്ദേശിക്കുന്ന നിർദ്ദേശം. ഇത് നമുക്കറിയാലോ. ഈ സ്വലാത്തും സലാമും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്തിനാണ്? അതാണ് അല്ലാഹുവിന്റെ റസൂലിലൂടെ അല്ലാഹു വിവരിക്കുന്നത്. നമുക്ക് നബിക്ക് നൽകുന്ന ഈ സ്വലാത്തിൽ നിന്നുള്ള അംശങ്ങൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കും. നബിക്ക് നൽകപ്പെടുന്ന അംശങ്ങൾ എന്താണോ ആ അംശങ്ങളും പദവികളും അവിടത്തേക്ക് മാത്രം യോജിച്ചതാണെങ്കിൽ അവിടത്തേക്ക് നൽകും. പക്ഷെ അവിടത്തേക്ക് മാത്രം യോജിച്ചത് നൽകുമ്പോഴും നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അതിന്റെ ഒരു പ്രകാശം, അതിന്റെ ഒരു അംശം, അതിന്റെ ഒരു തെളിച്ചം, അതിന്റെ ഒരു ബറക്കത്ത് ഓരോ പദവിയുടേതും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്ന സ്വല്ലല്ലാഹു അലൈഹി എന്ന വാക്കിന്റെ അർത്ഥമാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. ഗസാലി ഇമാമിനെ ഉദ്ധരിച്ച് ഇത് പറയുന്നത് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെ നമ്മുടെ ശാഫിഈ മദ്ഹബിന്റെ പിൻഗാമികളായ ഇമ്മത്ത് രേഖപ്പെടുത്തുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി. ആ മഹാൻ ഉദ്ധരിക്കുകയാണ് ഇത്തരത്തിലുള്ള സ്വലാത്തുകളാണ് സ്വലാത്ത് നൽകിക്കൊണ്ടും ചോദിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിപ്പോകുന്നത്. ഇത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പദവികളും സ്ഥാനമാണെങ്കിലും എത്രയാണ് ഊഹിക്കാൻ ഇത് തന്നെ ധാരാളം മതി. ഏതു പ്രതിസന്ധികളിലും ഏതു പ്രയാസങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്. അങ്ങനത്തെ ഒരു നബിയുടെ സ്വലാത്താണ് നമുക്ക് വരുന്ന എല്ലാ വീഴ്ചകളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും, പാപങ്ങളുടെ പേരിൽ വരുന്ന ഇരുട്ടുകളിൽ നിന്നും ഓരോന്നിനും ഓരോതല്ലേ, ചെറുതൊന്നും അല്ലല്ലോ ഇത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ത്യം ഉറപ്പായ സമയത്ത് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയത് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ വരുമ്പോൾ അത് സംസാരിക്കല്ലേ. ആ പറയുന്ന ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പോലുള്ളവർ നബിയില്ലാത്ത മദീനയിൽ എങ്ങനെ ജീവിക്കും? നബിയില്ലാത്ത ഭൂമിയിൽ എങ്ങനെ ജീവിക്കും? നബിയെ തന്നെ ഓർമ്മകൾ നൽകിക്കൊണ്ടിരിക്കുന്ന മൺപരപ്പിലൂടെ എങ്ങനെ നടക്കും? നബിയെ തന്നെ ഓർമ്മിപ്പിക്കുന്ന, അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഇലകളിലേക്ക് എങ്ങനെ നോക്കും? അത്തരം ഒരു മണ്ണിൽ എങ്ങനെ നിൽക്കും എന്ന സങ്കടം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലാഹുവിന്റെ ഹബീബിനൊപ്പം തന്നെ നടന്നിരുന്ന സ്വഹാബികളായിട്ടുള്ള ആളുകൾക്ക് പ്രയാസമെങ്കിൽ അവിടുത്തെ പ്രിയപ്പെട്ട അമ്മാവി, പിതാവിന്റെ സഹോദരി സോഫിയ റളിയല്ലാഹു അൻഹാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർപെട്ടപ്പോൾ ആ വേർപാടിനെ ചൊല്ലി ശോകമായി ബഹുമാനപ്പെട്ട മഹദി അവർകൾ തന്റെ ഹൃദയത്തിൽ വിരിഞ്ഞതായ കവിത ചൊല്ലിയത് അലാ യാ റസൂലല്ലാഹി അൻതാ റജാഉനാ ألا يا رسول الله أنت رجاؤنا وكنت بنا برا ولم تك جافيا وكنت رحيما هاديا ومعلما ليبكي عليك اليوم من كان باكيا. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെ നേരെ പെങ്ങൾ സോഫിയ റളിയല്ലാഹു അൻഹാ, സുബൈർ എന്നവരുടെ മാതാവ് സോഫിയ റളിയല്ലാഹു അൻഹാ തന്റെ പ്രിയപ്പെട്ട ആങ്ങൾ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി കിടക്കുമ്പോൾ കാണാൻ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സോഫിയക്ക് ഹംസയുടെ ശരീരം കാണിച്ചു കൊടുക്കരുത്, അമ്മാവിക്ക് കാണിച്ചു കൊടുക്കരുത്. ഹംസത്ത് എന്നവരുടെയും അമ്മാവിയാണ്, നബിയുടെയും അമ്മാവിയാണ്, ഇവർക്ക് കാണിച്ചു കൊടുക്കരുത്. സോഫിയ ഞെട്ടിപ്പോകും, വിഷമിച്ചു പോകുമെന്ന് പറഞ്ഞ ആ മഹദി സോഫിയ റളിയല്ലാഹു അൻഹാ നബിയോടുള്ള അവരുടെ സ്നേഹം എത്രയാണ്, ഹംസത്ത് എന്നവരോടുള്ള അവരുടെ സ്നേഹം എത്രയാണ്. ആ സോഫിയ ബീവി പെണ്ണാണ്, പക്ഷെ അവർ ചിന്താപരമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവർക്കും ദുഃഖമാണ്, അവർക്കും പ്രയാസമാണ്, അവർക്കും കണ്ണീരാണ്. നബിയുടെ നഷ്ടം അവരും വിവരിക്കുക തന്നെയാണ്. ആരാണ് നബി എന്നാണ് അവർ വിവരിക്കുന്നത്. ഞങ്ങളുടെ ആശയും സങ്കേതവുമാണ് അങ്ങുന്ന്. എന്ത് വിഷയത്തിന് ഞങ്ങളുടെ പ്രതീക്ഷയാണ് അങ്ങുന്ന്. ആഖിറത്തിലും അങ്ങാണ് പ്രതീക്ഷ, എവിടെയും അങ്ങാണ് പ്രതീക്ഷ. ഞങ്ങളോട് അങ്ങേയറ്റത്തെ കരുണയുള്ളവരാണ്. ദീന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നവരാണ്. അത് നല്ല രീതിയിൽ മാത്രം കൈകാര്യം ചെയ്തു തന്നവരാണ്. ഞങ്ങളുടെ കണ്ണു നോക്കി മാത്രം നൽകി തന്നവരാണ്. അങ്ങനെയുള്ള എല്ലാമായിട്ടുള്ള അങ്ങൊന്ന് വേർപ്പെട്ടപ്പോൾ, അവിടെ നിന്ന് വേർപ്പെടുമ്പോൾ കരയുന്നവരൊക്കെ കരയട്ടെ. ഇത് കരയേണ്ട സന്ദർഭമാണ്. നിലവിളിക്കുന്നവർക്ക് നിലവിളിക്കാനുള്ള സന്ദർഭമാണ്. അട്ടഹസിക്കുന്നവർക്ക് അട്ടഹസിക്കാനുള്ള സന്ദർഭമാണ്. കണ്ണീരൊഴുക്കേണ്ടവർക്ക് കണ്ണീരൊഴുക്കാനുള്ള സന്ദർഭമാണ്. മനോവ്യത കൊണ്ട് വ്യസനിച്ചിരിക്കുന്നവർക്ക് വ്യസനിക്കാനുള്ള സന്ദർഭമാണ്. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇത് വരാതിരുന്നെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് എല്ലാ കരയുന്നവർക്കും കരയാനുള്ള സന്ദർഭം തന്നെയാണ് അവിടുത്തെ നഷ്ടം കൊണ്ട് വരുന്നത് എന്ന ആ നഷ്ടബോധവും കഥനഭാരവും വിവരിച്ചുകൊണ്ടു തന്നെ അവിടുന്ന് പറയുന്നത്. പക്ഷേ വലാകിന്നനി അബ്കി വലാ അന്നനി അബ്കി ലിഹിബ്ബിൻ ഫഖത്തുഹു വലാകിന്നനി അബ്കി മിനൽ ഹജ്രി ആതിയാ വലാകിന്നമാ അഖ്ശാ മിനൽ ഹജ്രി ആതിയാ. ഞാൻ കരയുന്നത് പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപാടിന്റെ പേരിലല്ല. ഇത് വിശ്വാസമുള്ള ഒരു മനുഷ്യൻ ഉറപ്പിക്കേണ്ടത് തന്നെയാണല്ലോ. ഇതാണ് നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് കാര്യം. വേർപാടിൽ നമ്മൾ എന്താണ് ദുഃഖിച്ചിട്ടു കാര്യം? ആ വേർപാടിന്റെ പേരിലോ എന്റെ പിരിശപ്പെട്ട ഹൃദയത്തിന്റെ കഷ്ടം എനിക്കിനി മേലിലില്ലല്ലോ, എന്റെ കൺമുമ്പില്ലെന്ന ദുഃഖം കൊണ്ടല്ല ഞാൻ കരയുന്നത്. ഞാൻ കരയുന്നത് എന്റെ ഒരേ ആളുകൾ അകന്നകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രംഗം. നിബിതങ്ങളുടെ ദീനിലേക്ക് കൂട്ടത്തോടെ വന്നിരുന്ന ആളുകൾ, നിബിതങ്ങൾ പഠിപ്പിച്ച ജീവിതത്തിന്റെ മാതൃകാരേഖകളായി ലോകത്തിന്റെ മുമ്പിൽ തെളിഞ്ഞു നിന്നിരുന്ന ആളുകൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശനത്തിന്റെ ഏറ്റവും മുന്തിയ മാതൃകകളായി, ഏറ്റവും മുന്തിയ തെളിഞ്ഞ നക്ഷത്ര ജനകോടികൾക്ക് വഴികാട്ടുവാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അമ്പിയാക്കന്മാരാണെങ്കിൽ അവർക്ക് തുല്യം 1,24,000 ആളുകൾ ഈ സമുദായത്തിന് മാത്രം വഴികാട്ടികളാക്കി അഷ്റഫുൽ ഖൽഖിന്റെ ഹൃദയത്തിൽ നിന്ന് വമിക്കുന്ന ആ വെളിച്ചം കൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചത്തെ, അവരുടെ ഹൃദയത്തിന്റെ ഇരുട്ടിനെ ഭേദിച്ച് അവരുടെ ഹൃദയത്തിൽ പ്രകാശം നിറച്ചുകൊണ്ട് നന്മയുടെയും തെളിവിന്റെയും സത്യത്തിന്റെയും ദീനിന്റെയും സൽക്കർമ്മങ്ങളുടെയും മാതൃക എന്താണോ അതവർ ചലിക്കുന്നതാണ്, അവർ മിണ്ടുന്നതാണ്, അവർ നടക്കുന്നതാണ്, അവരിയ്ക്കുന്നതാണ്. അവരുടെ ജീവിതം തിളങ്ങുന്ന ജീവിത മാതൃകകളാക്കി 1,24,000 പേരെ വച്ചിട്ടുള്ള അവരിൽ ഓരോരുത്തർ വേർപ്പെട്ടു വരുമ്പോ ഈ സമുദായത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദീനുമായുള്ള അകൽച്ച, ഈ സമുദായത്തിൽ വന്നുപെടുന്ന ധാർമ്മികമായിട്ടുള്ള കുഴപ്പം, ഈ സമുദായത്തിൽ സംഭവിക്കുന്നതായ നീതിയുടെ ഇല്ലായ്മ, ഇതൊക്കെയും ആലോചിച്ചുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെട്ട് കരയുന്നതെന്ന് മഹദി സോഫിയ റളിയല്ലാഹു അൻഹാ. മഹദിയുടെ സങ്കടം ഇതായിരുന്നു. ഇത് നമ്മൾ ഓർക്കേണ്ട സംഭവമാണ്. അവിടുത്തെ സന്തത സഹചാരി, എപ്പോഴും തങ്ങളോടൊപ്പം തന്നെയുള്ള, ഹിജറയുടെ വേളയിൽ പോലും തങ്ങളോടൊപ്പമുള്ള, വാറുഹൂർ എന്ന ഗുഹയിൽ തങ്ങളോടൊപ്പമുള്ള ഏകൻ എന്ന് ഖുർആൻ പറഞ്ഞ സാനിയസ്നൈൻ ഇദ്ഹുമാ ഫിൽ ഗാർ, നബിയുടെ സ്വാഹിബ് എന്ന് 1,24,000 സ്വഹാബിമാരെ കുറിച്ചും പറയാമെങ്കിലും അല്ലാഹു ഖുർആനിൽ സ്വാഹിബ് റസൂലില്ലാഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒരേ ഒരു സ്വഹാബിയെ കുറിച്ച് മാത്രമാണ്. അവരാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് എന്നവർ നബിയുടെ വേർപാടിൽ ഇത്രയധികം ദുഃഖമുണ്ടാകുന്നവരാണ് വേറെ കാണുമോ? മറ്റാരെങ്കിലും ഉണ്ടോ? ഖദീജ ബീവി ഉണ്ടായിരുന്നെങ്കിൽ അവരെ നമുക്ക് നിരൂപിക്കാമായിരുന്നു. ഖദീജ ബീവി എന്നില്ലല്ലോ. ആയിഷ ബീവി ആണെങ്കിൽ ചെറുപ്പമല്ലേ, കാര്യങ്ങൾ അത്ര തന്നെ തിരിയുകയില്ലല്ലോ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജാഹിലിയ്യത്തിലും ഇസ്ലാമിലും നബിയുടെ കൂട്ടുകാരനും തുണക്കാരനുമായ ബഹുമാനപ്പെട്ട സിദ്ദീഖ് എന്നവർ, എപ്പോഴും നബിയുടെ കൂട്ടുകാരനായ സിദ്ദീഖ് എന്നവർ, ഇനി എനിക്കൊരു കൂട്ടുകാരനില്ലല്ലോ, എന്റെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് പോയല്ലോ എന്നാലോചിച്ചല്ല കരഞ്ഞത്.
അവർ സംസാരിച്ചതെന്താ? അവരുടെ ദുഃഖം ഹൃദയത്തിൽ നിന്ന് വന്നത് കവിതയിൽ ഒഴുകിയത്. ലമ്മാ റഅയ്തു നബിയനാ മുതജന്ദില ളഖത് അലയ്യ ബിഅർദിഹിന്ന ദൂറു ഫർതാഅ ഖൽബി ഇൻദ ദാക ലിമൗതിഹി വൽഅദ്മു മിന്നി മാ ഹൈതു കസീറു. മൂടിപ്പുതച്ച് കിടക്കുന്ന മുത്തുനബിയുടെ തിരുജടം, തിരുശരീരം കണ്ടപ്പോൾ, അനക്കമില്ലാത്ത അവിടത്തെ ജഡം കണ്ടപ്പോൾ, ചിരിച്ചുകൊണ്ടിരിക്കാത്ത അവിടത്തെ മുഖം കണ്ടപ്പോൾ, അനക്കവും ചലനവുമില്ലാത്ത, നോക്കുന്ന കണ്ണുകളില്ലാത്ത അവിടത്തെ ആ ജഡം കണ്ടപ്പോൾ, മൂടിപ്പുതച്ച് കിടക്കുന്ന ഈ നബിയുടെ ശരീരം കണ്ടപ്പോ ലോകത്ത് അലയ്യ ബിഅർദിഹിന്ന ദൂറു. ഇവിടെയുള്ള വീടുകളെല്ലാം, നാടുകളെല്ലാം അത് എത്രയോ വിശാലമായിരിക്കെ തന്നെ അവിടെ ഇടുങ്ങി എനിക്ക് അനുഭവപ്പെട്ടു. ഒരിടുക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ഒരു ഉറുമ്പിന്റെ മാളത്തിലാണ് ഞാൻ എന്റെ ഹബീബിനോടൊപ്പം ഇരുന്നിരുന്നെങ്കിൽ അതെനിക്ക് വലിയ റൗദാവുമായി. എന്നെയും എന്റെ ഹബീബിനെയും ഒരു ഉറുമ്പിന്റെ ദ്വാരമാണ് ഒരു കൂട്ടിയതെങ്കിൽ, കൂട്ടിപ്പിടിച്ച് കിടക്കുന്നെങ്കിൽ, ഒരു ഉറുമ്പിന്റെ മാളത്തിലാണ് ഞാൻ എന്റെ ഹബീബിന്റെ ഒപ്പം കൂടെ കഴിയുന്നതെങ്കിൽ അതെനിക്ക് വിശാലമായ ഒരു ഉദ്യാനമാണ്, വിശാലമായ ഒരു സ്വർഗ പൂന്തോപ്പിൽ നിൽക്കുന്ന അനുഭവമാണ്, ഒരു എസ്റ്റേറ്റിൽ നിൽക്കുന്ന, വിശാല എസ്റ്റേറ്റിൽ നിൽക്കുന്ന അനുഭവമാണ് എന്ന് നബിയോടൊപ്പമുള്ള ജീവിതത്തിന്റെ വികാസവും മനസ്സിന്റെ സന്തോഷവും വലുപ്പവും വിവരിച്ച ആ മഹാൻ റസൂലുള്ളാന്റെ ഈ മൂടിപ്പൊതിച്ച് കിടക്കുന്ന ശരീരം കണ്ടപ്പോ വീടുകളും നാടുകളും ഒക്കെ വളരെ ഇടുങ്ങിപ്പോയി, പ്രയാസമായി പോയി, ഇടുക്കം അനുഭവപ്പെട്ടു പോയി. ഫർതാഅ ഖൽബി ഇൻദ ദാക ലിമൗതിഹി വൽഅദ്മു മിന്നി മാ ഹൈതു കസീറു. എന്റെ കൽബിതാ തപ്പിക്കുന്നു, പിടക്കുന്നു. അവിടത്തെ മരണം ഓർക്കുമ്പോൾ എന്റെ കൽബ് പിടയുന്നു, എന്റെ എല്ലുകളിതാ പൊട്ടുന്നു. മഹൈതു, ഞാൻ ജീവിച്ചിരിക്കുന്നോടത്തോളം എന്റെ എല്ലിനി ബലമില്ല. എല്ല് പൊട്ടി 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 പൊടിഞ്ഞു പോകുന്ന അനുഭവമാണ് എന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത്. ഇത്രയും വലിയ കഥനവും ദുഃഖവും അവിടുന്ന് ഏർപ്പെട്ടവർ എനിക്കുണ്ടെങ്കിലും സ്വന്തത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ആ വേദനയുടെ ഗൗരവം അദ്ദേഹം വിവരിക്കുന്നത് അവസാനിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്, ജാഹിലിയത്തിലെ ബാപ്പയിട്ട പേരാണ്. പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ നരകത്തിൽ നിന്നിട്ട് അതീഖ് എന്ന നിലക്ക് സ്ഥാനപ്പേരായി മദീനത്ത് വെച്ച് വീണ്ടും നൽകിയിട്ടുള്ള പേരാണ്. അതീഖ് എന്ന പേരാണ് ഇഷ്ടക്കാരും വീട്ടുകാരും നാട്ടുകാരും അവരെ വിളിക്കുക. ആ അതീഖ് എന്ന പേര് വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ അതീഖേ വൈഹക് ഇന്ന ഖില്ലക ഖസ്സവാ. നിന്റെ മനസ്സിന്റെ ഉൾത്തടങ്ങൾ മുഴുവൻ നീ നീക്കി വെച്ച് നിറഞ്ഞ സ്നേഹം, ഒരു പഴുതില്ലാതെ ഒരു ചെറിയ ധൂളിമയുടെ അംശവും വിടവുമില്ലാത്ത വിധം നീ സമർപ്പിച്ചിട്ടുള്ള നിന്റെ ഇഷ്ടപ്പെട്ട സഹോദരനുണ്ടല്ലോ ഖലീൽ. ആ ഖലീലായ സഹോദരൻ ഇതാ ഖബറിന്റെ അകം പൂകിക്കഴിഞ്ഞു, താമസം മാറ്റിക്കഴിഞ്ഞു. ഇനി ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കുന്നതൊക്കെ വളരെ നിസ്സാരമാണ്. ലളിത ക്ഷമയെ ഇനി വരൂ. കാര്യമായ ഒരു ക്ഷമ വരികയില്ല, പ്രയാസമാണ്. എത്രത്തോളം ക്ഷമയില്ലാത്ത വേദന എന്റെ മനസ്സിനെ മതിക്കുന്നുവെന്നോ. യാ ലൈതനി മിൻ ഖബ്ലി മഹ്ലികി സ്വാഹിബി ഉയ്യിബ്തു ഫീ ലഹദിൻ അലൈഹി സുഹൂറു. എന്റെ ഇഷ്ടക്കാരനായ സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഫാത്താകുന്നതിന്റെ മുൻപ് എന്നെ പാറക്കല്ലുകൾ മൂടിയിട്ട് ആർക്കും നീക്കാനോ രണ്ടാമതൊന്ന് മാറ്റാനോ മാന്തി നോക്കാനോ പറ്റാത്ത തരത്തിലുള്ള പരുപരുത്ത പാറക്കല്ലുകൾ കൊണ്ടുവന്ന് മൂടിയിട്ടുള്ള ഒരു ലഹ്ദിലും ഖബറിലും എന്നെ അടക്കം ചെയ്യപ്പെട്ടു പോയിരുന്നെങ്കിൽ നബിയുടെ വേർപാടിന്റെ ദുഃഖം അനുഭവിക്കാൻ മനസ്സ് നിൽക്കാതെ, നബിയുടെ വേർപാടിന്റെ വാർത്ത കേൾക്കാൻ നിൽക്കാതെ, നബിയുടെ വേർപാടിന്റെ രൂപം കാണാനോ നിശ്ചലമായ അവിടുത്തെ മേനി കാണാനോ അതനുഭവിക്കാനോ സമയമില്ലാതെ ഞാൻ അങ്ങ് ഖബറിന്റെ അകത്തടക്കപ്പെടുകയും ആരും മാന്തിയെടുക്കാൻ പറ്റാത്ത പാറക്കല്ലുകൾ ആ ഖബറിന്റെ മേലിൽ കൊണ്ടുവന്നു വെക്കുകയും ചെയ്തിരുന്നെങ്കിൽ അത്രയും കഥനഭാരം എന്റെ മനസ്സിനെ വധിക്കുന്നുണ്ടെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും
മഹാനരുടെ മനസ്സിന്റെ അകത്തെ വേദന അവിടുന്ന് അവസാനത്തിൽ നിർഗളിക്കുന്നത് ഇനി എന്തെല്ലാം വിദഅത്തുകളാണ് ഈ സമൂഹത്തിൽ നടമാടാൻ പോകുന്നത്, ഇനി എന്തെല്ലാം ദുരാചാരങ്ങളാണ് ഈ സമൂഹത്തിൽ നടമാടാൻ പോകുന്നത്, ഇനി എന്തെല്ലാം അതിശയങ്ങളാണ് ഈ സമൂഹത്തിൽ വരാൻ വേണ്ടി പോകുന്നത്, ഇനി എന്തെല്ലാം നാശങ്ങളാണ് ഈ സമൂഹത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. നിശ്ചയം അവ വന്നേ പറ്റൂ. നബിയുടെ വേർപാട് കഴിഞ്ഞാൽ ദീൻ സമ്പൂർണമായി. നബിയും വേർപെട്ടു, ദീനും സമ്പൂർണമായാൽ ഇനി അത് പുറകോട്ടല്ലേ പോക്ക്. പുറകോട്ട് പോകുമ്പോ തെളിച്ചമുള്ള ദീനിന്റെ നിയമങ്ങൾക്കും ആചാരങ്ങൾക്കും നടപടികൾക്കും സുന്നത്തിനും പകരം ഇരുട്ടും തമസ്സുമുള്ള ഏറ്റവും മോശപ്പെട്ട ദുരാചാരങ്ങൾ നിന്നുകൊണ്ടിരിക്കും. അത്തരം ദുരാചാരങ്ങൾ ഓർക്കുമ്പോ നെഞ്ചുകളെല്ലാം കുടുങ്ങിപ്പോകുന്നല്ലോ, ഹൃദയങ്ങളെല്ലാം വേവലാതി കൊണ്ടുപോകുന്നല്ലോ, എന്റെ പാർശ്വങ്ങളൊക്കെ വീട് പോകുന്നല്ലോ, തളർന്നു പോകുന്നല്ലോ എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപാടിനു ശേഷം വരാനിരിക്കുന്ന ദുരാചാരങ്ങളെയും ദീനിയായി നമ്മൾ ഈ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ദീനുമായുള്ള അകൽച്ചയെയുമാണ് സഫിയ്യ റളിയല്ലാഹു അൻഹയെ പോലെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളെയും ദുഃഖിപ്പിച്ചത്, വേദനിപ്പിച്ചത്. അവിടത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പിതൃവ്യന്റെ പുത്രനുണ്ട്, അതും കവിയായിരുന്നു, മഹാനായ ഒരു കവി, സുഫിയാൻ ഇബ്നുൽ ഹാരിസ്. അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് ഹാരിസ്, അവരുടെ മകനാണ് സുഫിയാൻ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് എന്ന ഹാരിസിന്റെ മകൻ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ. അവർ കാണുന്നത് മറ്റൊരു നിലയാണ്. ഇതൊക്കെ പ്രവാചകത്വത്തിന്റെ വേദനയ്ക്ക് നിദാനമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓരോരോ കവികളിൽ നിന്ന് വരുന്ന വാചകങ്ങളും ചിന്തകളുമാണ് നമ്മെ ഉയരങ്ങളിലേക്ക് ചിന്തിപ്പിക്കുക, പല ഭാഗങ്ങളിലേക്കും നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുക. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പോയപ്പോ എന്താ വേദനിച്ച സംഗതി എന്നറിയോ? അവിടെ നിന്ന് ശോകമുഖമായി പ്രയാസപ്പെട്ടുകൊണ്ട് വേദനിച്ചുകൊണ്ട് അവിടത്തെ ഹൃദയത്തിൽ വിരിഞ്ഞ കവിതയിൽ പറയുന്നത് എനിക്ക് ഉറക്കം വരുന്നില്ല, രാത്രി എന്നെ പാർത്ത് കഴിയുകയാണ്, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ രാത്രിയെ പാർത്ത് കഴിയുകയല്ല, കഴിഞ്ഞു കിട്ടുമെങ്കിൽ രാത്രി എനിക്ക് വേണ്ടി ഉറക്കമടിച്ച് കാത്തിരിക്കുന്നു, വിടില്ല, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും, ഞാൻ എന്നെ വിടില്ല എന്ന് പറഞ്ഞു ഉറക്കമില്ലാത്ത രാത്രി എന്നെ പിടിച്ചു കുരുക്കിയിട്ട് ഇരുട്ടിൽ വീണ്ടും ഉറക്കമില്ലാതെ ശല്യപ്പെടുത്തുന്നു. അല്ലെങ്കിലും മുസീബത്തുകളും പ്രശ്നങ്ങളും ഉള്ളവന്റെ രാത്രി നീണ്ടു പോകും, നീങ്ങൂല. ഇതെന്തൊരു രാത്രിയാ, ഏത് കാളരാത്രിയാന്ന് ഏത് മുസീബത്തുള്ളവനും രോഗമുള്ളവനും പറയും. നേരം വെളുത്തെങ്കിൽ എന്ന് പറയുന്ന ശ്വാസം മുട്ട് രോഗികൾ, നേരം വെളുത്ത് കിട്ടിയെങ്കിൽ എന്ന് പറയുന്ന വേദനയുള്ള രോഗികൾ, നേരൊന്ന് വെളുത്തിട്ടെങ്കിൽ എന്ന് പറയുന്ന പള്ളയുടെ വേദനക്കാര്, നേരൊന്ന് വെളുത്തിട്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയെത്ര രോഗികളാണ് ആണും പെണ്ണുമായി കൊണ്ട് നമുക്കിടയിലൂടെ നമ്മുടെ വീടുകളിലൂടെ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം രാത്രി നീണ്ടുപോവുകയാണ്, രാത്രി അവരെ പിടിച്ചു വെക്കുകയാണ്, വിടില്ല എന്ന വിധം. ഇതൊരു കവിതയുടെ ഭാവനയാണ്, കവിയുടെ ഭാവനയാണ്. അവിധം എന്റെ രാത്രി നീണ്ടുറക്കമില്ലാതെ പോകുന്നു. അപ്പോൾ എനിക്കൊരാശ്വാസം കിട്ടുന്നത് കണ്ണീരൊഴുകുമ്പോഴാണ്, ഞാനൊന്ന് അട്ടഹസിച്ചു വിളിക്കുമ്പോഴാണ്. ഉറക്കമിളിച്ചിരിക്കുന്ന രാത്രി ഞാൻ വെറുതെ കഴിയുകയല്ല, തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയല്ല. സങ്കടം മുട്ടുമ്പോൾ കണ്ണീരൊഴുകുകയാണ്, കണ്ണീരൊഴുകിയത് തേങ്ങലാവുകയാണ്, തേങ്ങലുകൾ അട്ടഹാസമായി മാറുകയാണ്. ഇതെന്റെ മനസ്സിന്റെ വേദനക്കും പ്രയാസത്തിനും കഥനഭാരത്തിനും ഒരു ആശ്വാസമായി നിൽക്കുന്നു. സംഗതി ശരിയാ. ഇതെന്തേ സംഭവം? മുസ്ലിമീങ്ങൾക്ക് പറ്റിപ്പോയ മുസീബത്ത് അത്രയല്ലേ? അതിനപേക്ഷിച്ച് ഇതൊക്കെ ചെറിയൊരു സംഭവമാണ്. ഇതെന്നെ മതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ മഹാനവറുകൾ വിവരിക്കുന്നത് നോക്കി. ലഖദ് അദമത് മുസീബതുനാ വജല്ലത് അശിയത ഖീല ഖദ് ഖുബിദ റസൂലു. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി എന്നങ്ങ് കേട്ടപ്പോ
സംഭവിച്ചിട്ടുള്ള മുസീബത്തുകൾ എത്ര വലിയ മുസീബത്താണ്, എത്ര വലിയ പെരിയ മുസീബത്താണ്. അത് കേട്ട വൈകുന്നേരത്തിലും അത് കേട്ട പകലിലും അത് കേട്ട ഉച്ചന്റെ ശേഷവും ആകെ വിഷമിച്ചു പോയി ലോകം. അത് കേട്ട ഭൂമി, നബിയെ കൊണ്ട് കിട്ടിയിരുന്ന നേട്ടത്തിൽ നിന്നും നഗ്നമായ ഭൂമി, അതില്ലാതായി പോയ ഭൂമി ഞങ്ങളെ കൊണ്ടിതാ ആടിക്കൊണ്ടിരിക്കുന്നു. ബാലൻസ് തെറ്റിപ്പോകുന്നു. മദീനയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ ഈ നിലവാരത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വേദന വരാൻ എന്താ കാരണം? മഹാനർ കാണുന്നത് മറ്റൊന്നാണ്. فقدنا الوحي والتنزيل فينا يروح به ويغدو جبرائيل. രാവിലെയും വൈകുന്നേരവും ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തുകൾ ഇറക്കുകയല്ലേ? രാവിലെയും വൈകുന്നേരവും ഇടതടവില്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം വഹി ഇറക്കുകയില്ലേ? ഈ വഹി ഇനി എവിടെ കിട്ടും? ഖുർആൻ ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കും. സങ്കടപ്പെടാൻ കാരണമില്ല സഹോദരങ്ങളെ. വഹിയില്ലാത്ത ഒരു നാട്, വഹിയില്ലാത്ത ഒരു ലോകം, ഖുർആൻ ഇറങ്ങാത്ത ഒരു ലോകം, ഇത് അവർക്ക് അചിന്യമായിരുന്നു. നമ്മളത് ശീലിച്ചു പോയി. നമുക്ക് ബേജാറില്ല. വഹി കിട്ടിയില്ല നിർത്തിയ എന്താ? വിവരം കിട്ടിയില്ല നിർത്തിയ എന്താ? മസല കിട്ടിയില്ല എന്നാൽ എന്താ? വിഷമുണ്ടാവിച്ച എന്താ? ആരെന്ത് നൽകി ഏതൊക്കെ നൽകി പഴച്ചാലെന്താ? പഴപ്പിച്ചാലെന്താ? മഹാനായ അബൂ സുഫിയാൻ പറയുന്നത്, അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയുന്നത്, വഹിയില്ലല്ലോ ഇനി മേല്, ഖുർആൻ ഇറങ്ങൂലല്ലോ ഇനി മേല്, വിഷയങ്ങൾക്കനുസരിച്ച് വെളിച്ചം വരുന്നത് ഖുർആനിലല്ലേ? അതല്ലെങ്കിൽ അവിടുത്തെ മനസ്സിലേക്കോ അവിടത്തേക്ക് ഇട്ടുകൊടുക്കുന്ന വചനങ്ങളിലോ സന്ദേശത്തിലോ അല്ലേ? ഇത് നഷ്ടപ്പെട്ടല്ലോ. ഇത് തന്നെ വേദനിക്കാൻ പോരെ? വദാക അഹഖു മാ സാലത്ത് അലൈഹി നുഫൂസുന്നാസി ഔ കാദത് തസീരു. ഇത് കണ്ണീരൊഴുകാൻ മാത്രമുള്ള മുസീബത്തല്ല, ആളുകൾ മരിക്കാൻ മാത്രമുള്ള മുസീബത്താണ്. അവരുടെ റൂഹും ആത്മാവും തന്നെ ഒഴുകിപ്പോകാൻ മാത്രം വലിയ മുസീബത്താണ്. അല്ലെങ്കിൽ ഒഴുകിപ്പോകുമാർ അവർ വിഷമിക്കണം, ആ വിധത്തിൽ മരിക്കാറാകണം. അത്തരത്തിലുള്ള വലിയ മുസീബത്താണ്. ഇത് രണ്ടും സംഭവിക്കുന്നില്ലെങ്കിൽ അവനെന്തോ കേടുപറ്റിയിരിക്കുന്നു, അവന്റെ മനസ്സിനെന്തോ വിശ്വാസക്കുറവ് പറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. തൻസീലും വഹയും പോയപ്പോഴുള്ള ദുഃഖം ഇതാണ് മഹാനവർകൾ കാണുന്നത്. നബിയുൻ കാന യജ്ലു ശക്ക അന്ന ബിമാ യുഹാ ഇലൈഹി വമാ യഖൂലു. വഹി കിട്ടുന്ന ആ സന്ദേശങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ മനസ്സിൽ സംശയമില്ലാതെ സന്ദേഹമില്ലാതെ വെളിച്ചവും തെളിച്ചവും ഉറപ്പും സമ്മാനിക്കുകയായിരുന്നു നബി. ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല, ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് സന്ദേഹമില്ല. നമ്മളൊരു മൂലയിൽ മസാല പറഞ്ഞാൽ എങ്ങനെയാ പറയാ? ഇങ്ങനെ ഇക്കാരം, അങ്ങനെ ഇക്കാരം. നന്ന കവിഞ്ഞു പറഞ്ഞാല് തുഹ്ഫ ഇത്രാം പേജിൽ ഇത്രാം വാള്യത്തിൽ ഇങ്ങനെ ഉണ്ട്, അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിഹായ ഇത്രാം പേജിൽ ഇങ്ങനെ ഉണ്ട്. അതന്നെ അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ ഉറപ്പില്ലെങ്കിൽ ഇങ്ങനെ നോക്കുക എന്ന് പറയാനേ ഒരു മസാലക്കാരന് കഴിയൂ. ഉറപ്പുള്ള വിധി നൽകാൻ വയ്യ, അള്ളാഹുവിന്റെ വിധി നൽകാൻ വയ്യ. റസൂലുള്ള പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. കട്ടൻട്രിയായി അള്ളാഹു തആലാന്റെ തീരുമാനം എന്താണ്, ഹുക്കം എന്താണ് എന്ന് വഹി കിട്ടിയിട്ട് പറയുമ്പോ സന്ദേഹമില്ല, സംശയമില്ല, ഉസ്വാസില്ല. എല്ലാ സംശയങ്ങളും നീക്കുന്ന സംശയങ്ങൾ വന്നിരുന്ന ഈ വഹി നഷ്ടപ്പെടുകയാണ്. വയഹ്ദീന ഫലാ നഖ്ശാ സലമ ലമാ അലൈനാ വറസൂലു ലനാ ദലീലു. ഞങ്ങളെ വഴികാട്ടിയായി റസൂൽ ഉണ്ടാകുമ്പോ ആക്ഷേപത്തിന് വകുപ്പില്ലാതെ, കുറ്റപ്പെടുത്താൻ വകുപ്പില്ലാതെ ഞങ്ങളെ നേരിന്റെ വഴിയിലേക്ക് നയിക്കാൻ ആ റസൂൽ ഉണ്ടാകുമായിരുന്നു. അത് നഷ്ടപ്പെട്ടല്ലോ എന്നാലോചിക്കുമ്പോഴാണ് ദുഃഖം എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹക്കായിരിക്കുമല്ലോ അവിടെ നിന്ന് വേർപ്പെട്ടതിന് ഏറ്റവും വലിയ സങ്കടമുള്ള കവി. അവിടെ സങ്കടമുള്ള ഏറ്റവും വിലപ്പെട്ട സങ്കടമുള്ള ഫാത്തിമയെ സമാശ്വസിപ്പിക്കുകയാണ് കവിതയിൽ. അഫാത്തിമു ഇൻ ജസിഅതി ഫദാകി ഉദ്റു വഇൻ ലം തജ്സഇ ഫഹുവസ്സബീലു. പൊന്നുമോള് ഫാത്തിമ, നിനക്ക് പൊറുതികേടുണ്ടോ? നിനക്ക് അസഖ്യതയുണ്ടോ? നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ? പുന്നാര ബാപ്പ വേർപ്പെട്ടതിൽ സഹിക്കാൻ കഴിയുന്നില്ലേ? എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിരുന്ന ആ ബാപ്പ,
നിങ്ങൾക്ക് വേണ്ടി വിരിപ്പ് വച്ചിരുന്ന ആ ബാപ്പ, നിങ്ങൾ ഏതു സന്ദർഭത്തിലും നോക്കിയിരുന്ന ആ പിതാവ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾക്ക് പൊറുതികേടുണ്ടെങ്കിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്തൂല, ക്ഷമയില്ലെന്ന് ആരും പറയൂല. അതിൽ നിങ്ങൾ നിരപരാധയാണ്. നിങ്ങൾക്ക് അങ്ങനെ അസഖ്യതയുള്ള ദുഃഖം വരാൻ ഇടയുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ വേദനയാണെങ്കിൽ. പക്ഷേ അസഖ്യത കാട്ടാതെ, പൊറുതികേട് കാട്ടാതെ, ചറൈ വിലക്കിയതൊന്നും വരാതെ നിങ്ങൾ സൂക്ഷിക്കുന്നുവെങ്കിൽ അതാണ് ശരിയായ ഇസ്ലാമിക മാർഗം, റസൂലുള്ളാഹിന്റെ തിരുസുന്നത്ത്. അതാണ് നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഇരിക്കട്ടെ ഫാത്തിമ, ഫഖബറു അബീക സയ്യിദു കുല്ലി ഖബ്രി വഫീഹി സയ്യിദുൻ നാസിർ റസൂലു. അവിടുന്ന് കൺമുമ്പിലില്ലെങ്കിലും, അവിടുന്ന് തിരുമുമ്പിലില്ലെങ്കിലും, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും ഫാത്തിമ, അങ്ങ് അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ സങ്കേതമുണ്ടല്ലോ നമ്മൾ ഒരുക്കിയ ആ ഖബർ. ആ ഖബർ ലോകത്ത് കാണപ്പെടുന്ന, ലോകത്ത് കുഴിക്കപ്പെട്ട ഖബറുകളിൽ എല്ലാത്തിനും നേതൃസ്ഥാനം അലങ്കരിക്കുന്ന യജമാനസ്ഥാനമുള്ള ഖബറാണ്. ആ ഖബർ മതി നമ്മുടെ പ്രശ്നത്തിന്, ആ ഖബർ മതി നമ്മുടെ സങ്കടത്തിന്, ആ ഖബർ മതി നമ്മുടെ പരിഹാരത്തിന്, ആ ഖബർ മതി നമ്മുടെ സംഗതികൾ നിവൃത്തിയാക്കുന്നതിന്. ആ ഖബറുണ്ടല്ലോ നമുക്ക്. അതിൽ മാനവകുലത്തിന്റെ യജമാനനായ റസൂലായ മുഹമ്മദ് മുസ്തഫ ഇരിപ്പുണ്ട്. മുഹമ്മദേ മരിച്ചിട്ടുള്ളൂ. മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ട ശരീരമേ മരിച്ചിട്ടുള്ളൂ. ഏഴാം നാളിൽ പേര് വെക്കപ്പെട്ടത് ജഡത്തിനാണല്ലോ. ആ ജഡമാണ് വഫാത്തായതെങ്കിൽ റസൂൽ എന്ന മാനവകുലത്തിന്റെ യജമാനൻ ഈ ഖബറിന്റെ അകത്തിരിപ്പുണ്ട്. സങ്കടപ്പെടേണ്ട ഫാത്തിമ എന്ന് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയുമ്പോ, ഇറങ്ങിയ വഹയും ഇറക്കപ്പെട്ട തൻസീലിന്റെയും വെളിച്ചം ഈ ഖബറിന്റെ അകത്തുണ്ട്. ഇനി ഇറങ്ങുന്നതേ നഷ്ടപ്പെട്ടുള്ളൂ, ഇനി ഇറങ്ങാനുള്ള ചാൻസേ ഇല്ലാതായിട്ടുള്ളൂ എന്ന് സങ്കടപ്പെട്ട് വേവലാതിപ്പെട്ട കവി ആ സങ്കടത്തോടുകൂടെ കരയുമ്പോ, ഇതൊക്കെ നബി തങ്ങളുടെ വേർപാടിൽ കരയാനുള്ള സംഗതികൾ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, ആളുകളെ വഴി നടത്താൻ വന്ന അള്ളാഹുവിന്റെ ഹബീബ് വഴി നടത്തിയ സരണിയിൽ നിന്ന്, വഴി നടത്തിയ നിർരേഖയിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചു പോകുന്നു എന്ന സങ്കടമാണ്. മാർഗദർശകനായ ഹാദിയായ നൂറായ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പകർന്ന് വെളിച്ചമില്ലാത്ത ഇരുട്ടും തമസ്സും പരക്കുന്നതല്ലേ ഏറ്റവും സങ്കടം. വഴികാട്ടിയായിരുന്ന ഹാദിയായ അല്ലാഹുവിന്റെ റസൂൽ വഴി കാണിച്ചുകൊണ്ടിരിക്കെ അവിടുന്ന് കാണിച്ച വഴിയിൽ നിന്ന് ആളുകൾ വ്യതിചലിത്ത് നഷ്ടപ്പെട്ട് മറ്റു വഴികളിലേക്ക്, സമാന്തര വഴികളിലേക്ക് തിരിച്ചു പോകുന്നതല്ലേ ഏറ്റവും വലിയ ദുഃഖം. ആ ദുഃഖമാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട തന്റെ ഇഷ്ട സഖാവ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തന്റെ ബഹുമാനപ്പെട്ട അമ്മാവി സുഫിയ റളിയല്ലാഹു അൻഹ, ഇവർക്കൊക്കെ മാർഗദർശനത്തിന് വേണ്ട ഖുർആനും വഹയും നഷ്ടപ്പെട്ട ദുഃഖമാണ് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് എന്ന പിതൃ സഹോദരന്. ഇങ്ങനെയുള്ള മഹത്തുക്കൾക്കുള്ള ആ സങ്കടങ്ങളൊക്കെ നമുക്കുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സങ്കടം മനുഷ്യന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ നിന്ന് അകന്നു പോകുന്ന സങ്കടം തന്നെയാണ്. തങ്ങൾ നിരോധിച്ചിട്ടുള്ള, തങ്ങൾ വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേർപെട്ടു പോകുന്നത്. അതാണ് നമ്മുടെ ദോഷങ്ങളുടെയും പാപങ്ങളുടെയും ഒക്കെ കാര്യം. ഈ പാപങ്ങളുടെയും ദോഷങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ നമുക്ക് നിവൃത്തിപ്പിന് വേണ്ടി അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുള്ളത്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവകുലത്തിന്റെ മാത്രമല്ല അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ യജമാന സ്ഥാനമുള്ള തങ്ങൾ കടക്കുന്ന അവിടത്തെ തിരുഹദറത്തിലേക്ക് ചെന്ന് സങ്കടപ്പെട്ട് വേവലാതിപ്പെട്ട്, അല്ലെങ്കിൽ ആത്മാവ് കൊണ്ട് അതിലേക്ക് തീർത്ഥയാത്ര നടത്തിക്കൊണ്ട് ആത്മാവിനെ ആ സന്നിധിയിൽ കൊണ്ടിറക്കി വെച്ചിട്ട് അവിടത്തോട് നടത്തുന്ന പ്രയാസം കൊണ്ടും ആവലാതി കൊണ്ടും അവിടെ നിന്ന് അവതരിപ്പിക്കുന്ന പ്രയാസങ്ങളും വേദനകളും വെച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ചൈതന്യം കൊണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന പ്രഭ കൊണ്ട് നമുക്ക് സങ്കടം നീക്കി, പ്രയാസം നീക്കി, പാപങ്ങളിൽ നിന്ന് പരിഹാരം നേടാൻ വിശ്വാസികളും അവിശ്വാസികളും റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് മുഴുക്കയും ശ്രമിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ മഹത്തായ സംഗതി അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും നമുക്ക് നേരിട്ട് കിട്ടാൻ പാപമോചനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. നമ്മുടെ സൽക്രമങ്ങളെല്ലാം അല്ലാഹുവിന്റെ റസൂലിന് സമർപ്പിച്ച്
തങ്ങൾക്ക് വേണ്ടിയാക്കിയിട്ട് തങ്ങൾക്ക് വേണ്ടി ഹദിയ ചെയ്തിട്ട് രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരം, നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, ഇതത്രയും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലാക്കി ഹദിയ ചെയ്തിട്ട് അതൊക്കെ നബിക്ക് വേണ്ടി, നബി കൊണ്ടുവന്ന ദീൻ എന്ന നിലയ്ക്ക് നബിയുടെ പേരിൽ നമ്മൾ അനുഷ്ഠിക്കു വരുന്നത് എന്ന നിയ്യത്തിലും ആ ചിന്തയിലുമായി നമ്മൾ നിർവഹിക്കുന്നെങ്കിലോ ഇദൻ തുഖ്ഫാ ഹമ്മക് വയുഫർ ദംബുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിന്റെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടെ നിനക്ക് തീർക്കപ്പെടും. ദുനിയാവിന്റെ ഹമ്മില്ല, ആഖിറത്തിന്റെ ഹമ്മ് വേണ്ട, ഒരു ഹമ്മുമില്ല, മനസ്സിന് താപമേ വേണ്ട, മനസ്താപം എന്ന ഒരു സംഗതിയെ നിനക്കില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി എല്ലാം നീയാക്കിയാൽ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്റെ സ്വലാത്ത് മുഴുവനും ഞാൻ റസൂലിനാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത്. എന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ റസൂലുള്ളാഹിക്ക് ചെല്ലേണ്ടേ പറ്റൂ. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞ് തങ്ങളല്ലാത്ത നബിമാർക്കും കൂടി ചെല്ലാൻ പാടില്ല. ബലപ്പെട്ട അഭിപ്രായം, മറ്റു നബിമാർക്കും സ്വലാത്തു ചെല്ലാം, സലാമു ചെല്ലാം, വേറെ ആർക്കും സ്വലാത്തും സലാമും കൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. ഉദാഹരണം അലിയുൻ അലൈഹിസ്സലാം, ഫാത്തിമ അലൈഹിസ്സലാം, ഇതൊന്നും പറയാൻ പാടില്ല എന്നാ സ്വലാത്തും സലാമും. ഇത് ഹറാമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് കറാഹത്ത് ഏതായാലുമാണ്, വിരോധിക്കപ്പെട്ട സംഗതിയാണ്, തെറ്റാണ്. അലൈഹിസ്സലാം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്മാരല്ലാത്തവർക്ക്, മലക്കുകൾക്കും പ്രവാചകന്മാർക്കും മാത്രമേ സലാമും സ്വലാത്തു കൊണ്ട് നമുക്ക് ദുആ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ സ്വലാത്തിനെ മുഴുവനും കൂടി നബിക്കാക്കാന്ന് പറഞ്ഞാൽ നബിക്കനല്ല സ്വലാത്തിലുള്ളൂ. എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിക്കുന്നത്, അനവധി ഇമാമുകൾ ഇത് സംബന്ധിച്ച് വിവരിക്കുന്നത്, എന്റെ എല്ലാ പ്രാർത്ഥനകളും എന്റെ എല്ലാ കർമ്മങ്ങളും അല്ലാഹുവിന്റെ റസൂലിന് സമർപ്പിച്ചോട്ടെ. എത്രയാണ് ഞാൻ സമർപ്പിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവസാനിപ്പിക്കുന്നത് അവര് എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചോട്ടെ എന്നാണ്. ഒരു പുസ്തകം എഴുതിയിട്ട് ഒരാൾ തന്റെ മരണപ്പെട്ട വാപ്പാക്ക് സമർപ്പിക്കും, തന്റെ ഇഷ്ടപ്പെട്ട ഉസ്താദിന് സമർപ്പിക്കും, തന്റെ ഇഷ്ടപ്പെട്ട സഹോദരന് സമർപ്പിക്കും. ഇതൊക്കെ ഒരു പ്രതീകമാണ്, സമർപ്പണം. ഇത് അങ്ങോർക്കാക്കി എന്ന് പറഞ്ഞാൽ അങ്ങോരാണ് എന്റെ മനസ്സിൽ ഇതുകൊണ്ട് നിറയെ നിൽക്കുന്നത്. ഇതുകൊണ്ട് വല്ല സൽക്രമങ്ങളും ഇതുകൊണ്ട് വല്ല നേട്ടങ്ങളും കിട്ടുമെങ്കിൽ ഞാൻ അതെല്ലാം എന്റെ പിതാവിന് നൽകുന്നു, എന്റെ ഗുരുവിന് നൽകുന്നു എന്ന ആ സമർപ്പണ സ്ഥിതി പോലെ നമ്മൾ വല്ല നന്മകളും ചെയ്യുന്നുണ്ടെങ്കിൽ ആ നന്മകൾ അത്രയും മുത്തനബിക്ക് സമർപ്പിക്കുക എന്ന നിലക്ക് സമർപ്പിച്ചാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ പറഞ്ഞത്, എന്നാൽ നിന്റെ വിഷമങ്ങൾ അത്രയും തീർന്നു, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന. പാപം പൊറുക്കപ്പെടുന്നത് ഏറ്റവും വലിയ പ്രധാനമാണ്. പാപത്തിന്റെ സങ്കടമാണ് ആഖിറത്തിലെ സങ്കടം. പരലോകത്തെ സങ്കടം പാപത്തിന്റെ സങ്കടമല്ലേ? മറ്റെന്ത് സങ്കടം അവിടെ? ഉമ്മാന്റെ സങ്കടമുണ്ടോ, വാപ്പാന്റെ സങ്കടമുണ്ടോ, മറ്റു വല്ല സങ്കടമുണ്ടോ? ആരെ കണ്ടാലും ഓടില്ലേ മഹ്ശറിൽ തന്നെ. മഹ്ശറിൽ നിന്ന് തന്നെ ആരും ആർക്കും വേണ്ട, ഒരു രക്തബന്ധത്തിനും അവിടെ യാതൊരുവിധ സ്ഥാനവുമില്ല തൽക്കാലം. മഹ്ശറിൽ വെച്ചൊരു സ്ഥാനമല്ല. വിചാരണയൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിൽ കിടക്കുമ്പോൾ കാണുക, പിന്നെ മറ്റുണ്ടോ, ഇവരുണ്ടോ, അച്ഛനുണ്ടോ, എന്റെ കുട്ടിയുണ്ടോ, സഹോദരനുണ്ടോ, ഉസ്താദുണ്ടോ, ശിഷ്യണ്ടോ എന്നൊക്കെ നോക്കുന്ന സന്ദർഭത്തിൽ കാണാതിരിക്കുമ്പോൾ ശഫാഅത്തുണ്ടാകും. ആ ശഫാഅത്ത് വേറെ. പെട്ടെന്ന് വിചാരണക്ക് മുമ്പ് ഓരോരുത്തരും അവനവൻ മാത്രമേ ഉള്ളൂ, ഒരു ബന്ധവും അവിടെ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. അന്നും എല്ലാ കുടുംബ ബന്ധവും കെട്ടുബന്ധവും മുറിഞ്ഞു പോകും. എന്റെ കുടുംബ ബന്ധത്തിന് അവിടെയും സ്ഥാനമുണ്ട്. എന്റെ വിവാഹ ബന്ധത്തിനും വൈവാഹികമായി ഞാനുമായി ബന്ധമുണ്ടെങ്കിൽ കെട്ടുബന്ധത്തിന്, ചാർച്ച ബന്ധത്തിന്, സംബന്ധത്തിന് അവിടെയും സ്ഥാനമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ബന്ധമല്ലാത്ത എല്ലാം പോയി. പിന്നെ പാപികൾ പാപത്തെ ഓർത്തുകൊണ്ട് നരകത്തേക്ക് വീഴോ, സിറാമത്തും വന്ന് വീഴോ, ഈ പേടിനെ അവിടെ മീസാന് തൂക്കുമ്പോൾ പാപങ്ങളാണോ സൽക്കർമ്മങ്ങൾ മുൻതൂക്കമില്ലേ? ഇതിനെ പേടി. ഈ പേടിയുടെ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായത്തിനെത്താൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വിവരം മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് ആശ്വാസമാവട്ടെ, പ്രതീക്ഷയാവട്ടെ. ഞാനത് ഉദ്ധരിക്കാം, അതിന്റെ ആശയം അലി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കുന്ന വിവരണമാണ്. അർശിന്റെ ചുവട്ടിൽ ഒരു പ്രത്യേക പദവിയിൽ ആളുകളെയെല്ലാം നരകത്തിലേക്കും സ്വർഗത്തിലേക്കും കൊണ്ടുപോകുന്ന ആ ഭയാനക രംഗങ്ങളും അതിർപ്പ രംഗങ്ങളും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മനുഷ്യകുലത്തിന്റെ പിതാവ് ആദം നബി അലൈഹിസ്സലാം.
ഒരു ഈന്തപ്പനയുടെ തടി പോലെ നീണ്ടു നിൽക്കുന്ന ആജാനുബാഹുവായ പിതാവാണ് നമ്മുടെ പിതാവ്. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഈന്തപ്പനയുടെ തടി പോലെ നീണ്ട ഒരു വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ കണ്ടു നിൽക്കുകയാണ്. ഓരോന്നും മീസാനിൽ തൂക്കിയിട്ട് അയാളുടെ സൽക്രമങ്ങൾക്ക് മുൻതൂക്കം കിട്ടാതെ തിന്മകൾ മാത്രമുള്ള ഒരു മനുഷ്യൻ ലഘുവായതാണ്, മുഅ്മിനാണ്. അദ്ദേഹത്തെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മലക്കുകൾ. നരകത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് ആദം നബി അലൈഹിസ്സലാം ഇത് കാണുന്നു. ആദം നബി കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു ഇത് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. മുഅ്മിനായ ആളാണെങ്കിൽ, ഒന്നുണ്ടാക്കിയ ആളാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട വേഗം തിരിച്ചറിയവിടെ. കൈകാലുകൾ വെളുത്തിരിക്കും, മുഖം പ്രകാശിച്ചിരിക്കും. മുഖവും കൈകാലുകളും വെളുത്തിരിക്കുന്നവർ നമ്മുടെ ഈ സമുദായത്തിലെ പാവങ്ങളല്ലാതെ ആരുമില്ല. കറുത്തവർ വേവലാതി കൊള്ളേണ്ട, ഇരുണ്ടവർ വേവലാതി കൊള്ളേണ്ട, നിറമില്ലാത്തവരും വൈരൂപമുള്ളവരും സങ്കടപ്പെടേണ്ട, നല്ല വെളിച്ചമുള്ള പ്രകാശമുള്ള മുഖമായി മഹ്ശറിൽ നമ്മൾ ആനയിക്കപ്പെടും. വുദുവിന്റെ വെള്ളം തട്ടിയിട്ടുള്ള മുഖം, വുദുവിന്റെ വെള്ളം തട്ടിയിട്ടുള്ള കൈകാലുകൾ, അതുകൊണ്ട് അല്പം നീട്ടിക്കഴുകിക്കോളൂ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ പ്രകാശത്തിന്റെ വർധനവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടവരാ നാം. അങ്ങനെയുള്ള പ്രകാശം കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് അറിയും ഇത് നബിയുടെ ഉമ്മത്താണെന്ന്. അപ്പൊ തന്നെ ഇയാളെ രക്ഷപ്പെടുത്തണമെന്നോ എന്ന് ഈ വത്സരനായ പിതാവിന് മോഹം വരികയാണ്. യാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വീരപുത്രൻ, തന്റെ ഇഷ്ടപുത്രനെ വിളിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ അതാ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു, വേഗം വേണ്ടത് ചെയ്യണമെന്ന്. ഇത് കേൾക്കേണ്ട താമസം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുപോകുന്ന മലക്കുകളോട് പറയും, നിൽക്കൂ അവിടെ, കൊണ്ടുപോകരുത് അയാളെ, ഞാനെത്തട്ടെ, ഞാനെത്തിയിട്ട് വേണ്ട പരിഹാരം ചെയ്തിട്ട് മീസാനിങ്കിൽ തന്നെ നിൽക്കൂ, കൊണ്ടുപോകാൻ വരട്ടെ, നിൽക്കണം അവിടെ എന്ന് പറയുമ്പോ മലക്കുകൾ സങ്കടപ്പെട്ടു നോക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. കൽപ്പിക്കപ്പെട്ടെന്ന് മാത്രം ചെയ്യാൻ അറിയുന്ന, അതിനു മാത്രം കഴിയുന്ന വിഭാഗമാണല്ലോ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകൾ. ആ മലക്കുകൾക്ക് മറ്റൊന്നിനും കഴിയില്ല. മുഹമ്മദ് നബി പറയുന്നു നിർത്താൻ, അള്ളാഹുവിന്റെ വ്യവസ്ഥിതി പറയുന്നു കൊണ്ടുപോകാൻ. എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുമ്പോ അള്ളാഹു തആലാന്റെ ഓർഡർ പ്രയാസപ്പെടേണ്ട, മുഹമ്മദ് എന്ന റസൂൽ എന്ത് പറയുന്നുവോ അതനുസരിക്കുക, തങ്ങൾ എന്ത് പറയുന്നുവോ അതനുസരിക്കുക. ആഖിറത്തിലുള്ള മുത്തനബിയുടെ പദവി ഓർക്കണം. അല്ലാഹു തആലാന്റെ നിർദ്ദേശപ്രകാരം ആജ്ഞാനുവർത്തികളായ മലക്കുകൾ നിർവഹിക്കുന്ന കാര്യനിർവഹണങ്ങളിൽ വരെ ഇടപെടാനുള്ള അധികാരമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നിൽക്കട്ടെ അവിടെ എന്ന് തങ്ങൾ പറഞ്ഞാൽ നിൽക്കണം മലക്കുകൾ എന്ന് അല്ലാഹു തആലാന്റെ പ്രത്യക്ഷ ഓർഡർ. ഇനിമേലിൽ സംഭവിക്കുകയില്ലല്ലോ. ഇനി ആരെക്കുറിച്ച് തങ്ങൾ പറഞ്ഞാലും മലക്കുകൾ നിന്നേ പറ്റൂ. ഇതാണ് അല്ലാഹു വെളിവാക്കുന്നത്. എന്റെ റസൂൽ പറയുന്നത് പോലെ കേൾക്കൂ. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് വരുന്നു. അവിടുത്തെ തുണിത്തലപ്പിന്റെ ഇടയിൽ നിന്നും ഒരു വിരലിനോളം നേരിയ ഒരു ചെറിയ ബത്താക്ക കാർഡ് ഇദ്ദേഹത്തിന്റെ മീസാനിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെക്കുന്നു. ഇതങ്ങ് വെക്കുമ്പോഴേക്ക് അതുവരെ ഉണ്ടായിരുന്ന നന്മയുടെ മുൻതൂക്കമില്ലാത്ത ആ അവസ്ഥ നഷ്ടപ്പെട്ട് തൂക്കം മുൻതൂക്കിയിട്ട് അദ്ദേഹത്തിന്റെ മീസാൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ട് കൊണ്ടുപോകേണ്ട ഒരു നല്ല ദാസനായി തീരുകയും ചെയ്യുന്നു. ഇദ്ദേഹം ചോദിക്കുന്നു, അങ്ങോരാരാ? ഈ വിഷമഘട്ടത്തിൽ എന്നെ സഹായിച്ച അങ്ങോരാരാണ്? ഇതുപോലും അറിയാത്ത ആളാണ് ഈ വിശ്വാസി. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാത്ത ആൾ. നമ്മൾ അങ്ങനെ ആകില്ല എന്നാണ് നമ്മുടെ പ്രതീക്ഷ, ആശ. അല്ലാഹു പുലർത്തുമാറാവട്ടെ. നമ്മൾ തങ്ങളെ കണ്ട അറിയാതിരിക്കുമോ? അവിടുത്തെ വലുപ്പം നമുക്കറിയാം, നിറം നമുക്കറിയാം, രൂപം നമുക്കറിയാം, രൂപലാവണ്യം നമുക്കറിയാം. ലോകത്തൊരു സൗന്ദര്യത്തിന്റെ രൂപം മനുഷ്യ രൂപത്തിൽ വരുന്ന മൂക്കിൽ ഏറ്റവും സൗന്ദര്യം എന്താണോ അതാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മൂക്ക്. മനുഷ്യ കണ്ണുകളിൽ ഏറ്റവും ചൈതന്യമുള്ള, ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും തിളക്കമുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള സമ്പൂർണ്ണ സൗന്ദര്യം എവിടെയാണോ? ന്യൂനതലവേശമില്ലാത്ത കണ്ണ്, അതാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കണ്ണ്. കാതുകളുടെ കൂട്ടത്തിൽ ഒരു ന്യൂനതയും പറയാനില്ലാത്ത സമ്പൂർണ്ണ കാതേതാണോ അതാണ് മുത്തു മുസ്തഫ തങ്ങളുടെ കാത്. ഈ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കണ്ടാലറിയാത്തവരോ കേട്ടാലറിയാത്തവരോ അല്ല നമ്മൾ. അതുപോലും തിരിയാത്ത, കർമ്മങ്ങളില്ലാത്ത പാപിയായി മനുഷ്യൻ ചോദിക്കുന്നു,
ചോദിക്കുന്നു ആരാണങ്ങുന്നെന്ന്. അപ്പോ അദ്ദേഹത്തോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ നിന്നിലേക്ക് അയക്കപ്പെട്ട നിന്റെ ദൂതനാണ്, നിന്റെ നബി മുഹമ്മദ് മുസ്തഫ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ റസൂലാണെന്ന് പറയുമ്പോ തങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുന്നു, നിനക്ക് ഏറ്റവും ആവശ്യമുള്ള വിഷമസന്ധിയിൽ ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ആ ബത്താക്കയിലുള്ളത് എന്താണെന്നറിയുമോ? നീ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന സ്വലാത്താണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവർകൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, ആ നിനക്കൊരു സ്വലാത്ത് കൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ, നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടാൻ ഹതഭാഗ്യരായി പോയെങ്കിലും അല്ലാഹ് അങ്ങനെ ആക്കാതിരിക്കട്ടെ. ആയെങ്കിൽ അതിൽ എന്തെങ്കിലും രക്ഷ കിട്ടാൻ സ്വലാത്ത് വർദ്ധിപ്പിക്കുവീൻ, സ്വലാത്തിന്റെ സദസ്സുകൾ കൂട്ടുവീൻ, അതിലെപ്പോഴും വന്നുകൊണ്ടിരിക്കുവീൻ. വെളിച്ചമുള്ള തെളിച്ചമുള്ള നല്ല നല്ല സ്വലാത്തുകൾ നമ്മുടെ മനസ്സിനെ തെളിച്ചമുള്ളതാക്കും, നമ്മുടെ ആവശ്യങ്ങൾക്ക് നിവൃത്തി തരും, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകും, മുത്തുനബിയുടെ സഹായം കിട്ടും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ശഫാഅത്ത് വരെയും ലഭിക്കും. അല്ലാഹു നമുക്കതെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സമയം വൈകിയല്ലോ. നമ്മൾ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. അത് മുതലേ ഈ മാസത്തിൽ സ്വലാത്ത് ചൊല്ലുക. നാളെ ചൊല്ലേണ്ടത് നാളെ ഇപ്പം ഞാൻ വരുമല്ലോ. അപ്പം ഒന്ന് ചെറുതാക്കി ഒന്ന് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് കൂടി നിന്നിട്ട് തന്നെ വേഗം ചെല്ലാലോ, പെട്ടെന്ന് ചെല്ലാം. അത് ചൊല്ലി തീർക്കാം, അത് ചൊല്ലി തീർത്തിട്ട് വായിക്കാം.